നമ്മളിന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം തന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ്. അയ്യോ ഇവനാണിച്ചിരി ചിമിട്ടണം. വിശപ്പിന് വേണ്ടിയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയും മറ്റൊരു ജീവൻ എടുക്കുന്നതിൽ തെറ്റില്ല, തട്ടാണ്. ആ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നും ഈ ഒരു കഥാപാത്രം ചെയ്യാമെന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടാകുന്നത്? ഇതിനു മുമ്പ് ഞാൻ ലവ്ലി എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്യാമറ ചെയ്ത ആഷിക്കാരനാണ്. ആ സിനിമയിലുണ്ടായിരുന്ന ക്രൂ തന്നെയാണ് റൈഫിളിലും വന്നേക്കുന്നത്. പള്ളിയിലച്ഛനാണ്. പിന്നെ വേട്ടയ്ക്ക് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് എൻ്റെ ഒരു ബേസിക്ക്. ശ്യാമേട്ടനുണ്ട്, ശ്യാം പുഷ്കരൻ, പിന്നെ ദിലീഷ് നായർ, സുഹാസ്, ഇവരൊക്കെ കൂടിയിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അവർ എഴുതുമ്പോൾ തന്നെ അത് ഒരു നമുക്കൊരു ജീവൻ ഭീഷണി ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ച് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ കുറ്റക്കാരാവുകയാണ്. നീ ചോദിച്ചപ്പോൾ ഒരു എന്താണ്, ഒരു ഒറ്റപ്പെട്ട ഇൻസിഡന്റ് ആണല്ലോ. പെട്ടെന്ന് വീട്ടിലിരിക്കുമ്പോൾ ഒരു പന്നി കുത്താൻ വരുന്നു. നമുക്ക് അങ്ങനെ ആ പന്നിനെ കൊല്ലാൻ പറ്റില്ലല്ലോടാ. പെട്ടെന്ന് പന്നി അങ്ങനെ ചാവില്ല. കറക്റ്റായിട്ടൊക്കെ വെടി വെച്ചാൽ അത് ചാവുള്ളൂ. പന്നി കുത്താൻ വന്നു, അത് നമുക്ക് ഒരു രക്ഷയില്ല. നമ്മൾ നോർമലി ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുക. അല്ലാതെ ഒരാൾ പന്നി കുത്താൻ വരുന്ന ഒരു ഇൻസിഡന്റിൽ അപ്പോൾ തന്നെ തോക്കെടുത്ത് വെടിവെക്കുക എന്ന് പറയുന്നത് ദഹിക്കില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു പന്നിനെ കൊന്നു എന്ന് പറയുന്നതിനകത്ത് ചിലപ്പോൾ നിയമത്തിനൊരു പ്രശ്നം ഉണ്ടാവാം. ഒന്നാമത് മട്ടാഞ്ചേരിയായിട്ട് എന്ത് ബന്ധമുള്ളതെന്ന് ഒരു പിടിയില്ല. കാരണം അത് ദിലീഷ് പോത്തൻ മട്ടാഞ്ചേരി അല്ല, ഞാനല്ല, വിഷ്ണു അല്ല, വയനാടൻ ഏരിയയാണ് പറയുന്നത്. ഷൂട്ട് ചെയ്തത് മുണ്ടക്കയത്താണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ മട്ടാഞ്ചേരി മാഫിയായിട്ട് കണക്ട് ആകുന്നത് എനിക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലായില്ല ഒന്നാമത്. പിന്നെ എന്താണ് ഇവർ മട്ടാഞ്ചേരി മാഫിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്ത് അടിസ്ഥാനത്തിലും ആഷിഖ് മട്ടാഞ്ചേരി നിന്ന് വന്നു എന്നുള്ള ഒരു സാധനം കൊണ്ടാണോ? ഇവിടെ ആണുങ്ങളാരുമില്ലേ? ഞാനാണെന്ന് വെച്ചോടാ, എന്നാ തെളിവ് ഇല്ല. ഒരു സ്ത്രീ ഒരു തോക്കെടുത്ത് വെടിവെക്കുന്നത് പുരോഗമനം കുത്തിക്കയറ്റുന്നതല്ലല്ലോ. അവൾക്ക് അവളുടെ സ്കില്ല്, പുരുഷന് ഇത് ചെയ്യാമെങ്കിൽ സ്ത്രീക്ക് അത് ചെയ്യാം. അപ്പോൾ ആ രീതിയിലുള്ള കറക്റ്റ് ഡെവലപ്മെന്റ് അവിടെ ഉണ്ട്. ഈ ഒരു എന്താണ്, നമുക്ക് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നില്ല ഇവരിങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ആ ആർഗ്യുമെന്റ് തന്നെ ഭയങ്കര ഇറലവൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന പോലെ ഈ ഫെമിനിസം അത്യാവശ്യം നല്ല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. നമ്മളിന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം തന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ്. തിയേറ്ററിൽ റിലീസായി വളരെ മികച്ച അഭിപ്രായങ്ങളോട് മുന്നേറി ഇപ്പോൾ OTT-ൽ സിനിമ വന്നതിന് ശേഷവും നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇതിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം ചെയ്ത വ്യക്തിയാണ് പ്രശാന്ത് ഏട്ടൻ. അപ്പം ആ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നും ആ ഒരു കഥാപാത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങളോടൊന്ന് പറയാമോ? ആ സിനിമയിലേക്ക് കാസ്റ്റിംഗ് ഏജൻസി ആണ് കാസ്റ്റിംഗ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ലവ്ലി എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്യാമറ ചെയ്ത ആഷിക്കാരനാണ്. അപ്പം ആ സിനിമയിലുണ്ടായിരുന്ന ക്രൂ തന്നെയാണ് റൈഫിളിലും വന്നേക്കുന്നത്. അപ്പോൾ അവർ കാസ്റ്റിംഗ് ഡയറക്ടറാണ് ലവ്ലിയിലും നമ്മളെ സജസ്റ്റ് ചെയ്തതൊക്കെ. അപ്പോൾ അയാൾ തന്നെ ഇതിനകത്ത് സജസ്റ്റ് ചെയ്തപ്പം ആഷിക്കാരൻ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇതിനകത്തേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ജോഷി അച്ഛൻ എന്ന് പറയുന്നൊരു കഥാപാത്രം ഒരു വൈദികനാണ്. അപ്പോൾ നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ള രീതി വെച്ചിട്ട് വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന, ആളുകളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിത്വമാണല്ലോ നമ്മൾ ഈ അച്ഛന്മാർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെ ഉണ്ടെങ്കിലും അച്ഛന് വേറൊരു ഷെയ്ഡും കൂടെ ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ബ്രീഫ് ആദ്യം കേട്ട സമയത്ത് ഈ ഒരു കഥാപാത്രം ചെയ്യാമെന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെ ഉണ്ടാകുന്നത് ശരിക്കും? പള്ളിയിലച്ഛനാണ്. പിന്നെ വേട്ടയ്ക്ക് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് എൻ്റെ ഒരു ബേസിക്ക്. ഇപ്പം നമുക്ക് സാധാരണ പള്ളിയിലച്ഛന്മാരെ പോലെ അങ്ങനെയല്ല എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള പള്ളിയിലച്ഛന്മാരുടെ റെഫറൻസ് ഇല്ല നമുക്ക് അതിനകത്ത്. അപ്പോൾ പുതിയതായിട്ടൊരു സാധനം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു, എസ്പെഷ്യലി അവസാനത്തെ ഡയലോഗ്, ഈ പാപബോധം മാറ്റിക്കൊടുക്കുന്ന സീനൊക്കെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് അതിനെയൊക്കെ ചെയ്തു വെച്ചത്. അപ്പം ഈ സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന ക്യാരക്ടറിനേക്കാൾ കൂടുതൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് ആസ് ആൻ ആക്ടർ ആ കഥാപാത്രത്തിലേക്ക് വരുത്താൻ ശ്രമിച്ചിട്ടുള്ളത് ശരിക്കും? അങ്ങനെ സ്ക്രിപ്റ്റിനുള്ള സംഭവത്തെക്കാൾ കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാരണം ഒന്നാമത് ശ്യാമേട്ടനുണ്ട്, ശ്യാം പുഷ്കരൻ, പിന്നെ ദിലീഷ് നായർ, സുഹാസ്, ഇവരൊക്കെ കൂടിയിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അവർ എഴുതുമ്പോൾ തന്നെ അത് ഒരു ഷൂട്ട് ചെയ്യേണ്ട രീതിയിലാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ അതിനകത്തൊരു ഇംപ്രൊവൈസേഷൻ ചെയ്യാനൊന്നും ഇല്ല എന്നുള്ള ഒരു തോന്നലാണ്. ഇനിഷ്യൽ സ്റ്റേജിൽ അത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന പോലെ അങ്ങനെ തന്നെയാണ്. ഇനിഷ്യൽ സ്റ്റേജ് എന്ന് വെച്ചാൽ അത് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ നമ്മളിപ്പം ഡയലോഗ് പറഞ്ഞിട്ട് ആദ്യം ഡയലോഗ് പറയുമ്പം ഒരുപാട് സൂക്തങ്ങളുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഈ വേളയിലേക്ക് ഓടി വരുന്ന ഇവരികളാണ്. വിശപ്പിന് വേണ്ടി ആത്മരക്ഷയ്ക്ക് വേണ്ടി മറ്റു ജീവൻ എടുക്കുന്നത് തെറ്റില്ല എന്നാണ്. അപ്പോൾ 2 ടേക്ക് കഴിഞ്ഞപ്പം ശ്യാമേട്ടൻ എടുത്തു നിന്നിട്ട് പറഞ്ഞു, എടാ നീ ആ എടുക്കുന്നത് തെറ്റില്ല എന്ന് പറഞ്ഞിട്ടേ തട്ടാന്നൂടെ ആഡ് ചെയ്തോളാൻ പറഞ്ഞു.
അപ്പോൾ അങ്ങനെ അവരവിടെ ഇരുന്ന് അവർ ഇമ്പ്രൂവൈസ് ചെയ്യുന്നുണ്ട്. ഉം. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഗുണമാണ്. അപ്പോൾ തട്ടാന്നുള്ളൊരു സാധനം വന്നപ്പോഴാണ് ഉം. സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് അത്ര ഒരു ആ. ഇമ്പാക്റ്റ് കിട്ടുന്നത്. ഈ തോക്ക് യൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക പരിശീലനം എടുക്കേണ്ടതായിട്ടുണ്ടോ? ഷൂട്ടിങ്ങിന് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു ഉം. നമ്മുടെ കൂട്ടത്തിൽ. ഒന്നാമത് ഈ ബിബിൻ പെരുമ്പള്ളി എന്ന് പറയുന്ന ആൾ ഒരു ഷൂട്ടറാണ്. അപ്പം നാഷണൽ ലെവലിലൊക്കെ അച്ചീവ്മെൻറ്റ് നേടിയിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി. പുള്ളിക്കാരൻ കൂടെ ഉണ്ട് എപ്പോഴും. പുള്ളിക്കാരൻ ഇങ്ങനെ കറക്റ്റായിട്ട് തോക്ക് വെക്കാനായിട്ട് പഠിപ്പിക്കും. പിന്നെ വേറൊരാളുണ്ടായിരുന്നു ഷൂട്ടിംഗ് ക്യാമ്പിലുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളും കറക്റ്റായിട്ട് ഇതിൻ്റെ പൊസിഷനിങ്ങും പരിപാടി എങ്ങനെയാണ് എന്നുള്ള സാധനമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഈ റോപ്പിലൂടെ ഒക്കെ തൂങ്ങി ഒന്ന് വെടിവെക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരു റിസ്ക് ഫാക്ടർ ഒക്കെ ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും ഒരു ഇത് ചെയ്താൽ ശരിയാകുമോ എന്നുള്ളൊരു തോട്ട് എപ്പോഴെങ്കിലും തോന്നി? ഇല്ല, അത് നമുക്ക് ഫുള്ളി പ്രൊട്ടക്ഷൻ അല്ലേ. മൊത്തത്തിൽ ഫൈറ്റ് മാസ്റ്റേഴ്സും അവരുടെ സപ്പോർട്ടിങ് ടീമും ഫുള്ള് നമ്മളെ കെട്ടി ഇട്ടിട്ടൊക്കെയാണ്. അല്ലാതെ വേറെ റിസ്ക് ഫാക്ടർ ഒന്നും ഇല്ല അതിനകത്ത്. ഈ സിനിമയിൽ ആക്ച്വലി വേട്ട എന്നുള്ളതാണല്ലോ മെയിൻലി. അതായത് പാരലലി കാട്ടിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഇപ്പുറത്ത് റൈഫിൾ ക്ലബിലും നടക്കുന്നതായിട്ടാണ് ആ സിനിമ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം വേട്ടയൊക്കെ അത്ര മനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്ത വേറൊരു സിനിമ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് സംഭവിക്കുമ്പോഴും അവിടെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടപെടലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിയമപാലകരുടെ ഒരു ഇടപെടലുള്ളതായിട്ടൊന്നും കണ്ടിരുന്നില്ല. പക്ഷേ ഒരു പോയിന്റിൽ നമ്മുടെ വിജയരാഘവൻ സാർ ചെയ്ത കഥാപാത്രം പറയുന്നുണ്ട് ഇൻസ്പെക്ഷനൊക്കെ വരും എന്നുള്ള കാര്യം പറ്റിയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇത്രമാത്രം വെടിവെച്ചകളൊക്കെ ഉണ്ടായപ്പോഴും ഈ പറയുന്ന പോലെ മിഷനറീസിൻ്റെ ഇടപെടലുകളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പം അത് അത്തരത്തിൽ ചെയ്താൽ മതി എന്നുള്ളൊരു ധാരണ ഉള്ളതായിട്ടായിരുന്നോ അതോ? ഇതൊന്നാമതൊരു പീരിയഡ് ഫിലിമാണ്. 80s അങ്ങനത്തെ ഒരു ടൈമിലാണ് നടക്കുന്നത്. അപ്പോൾ അന്ന് ഈ വേട്ട എന്ന് പറയുന്ന അത്ര ഒരു ഇഷ്യൂ ഉള്ള ഒരു സംഭവം അല്ലായിരുന്നു. പന്നിയെ വെടിവെക്കുന്നു എന്നൊക്കെ പറയാം. പിന്നീടാണ് തോക്ക് അല്ലെങ്കിൽ ലൈസൻസ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങൾ വരികയും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ അതൊക്കെ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫ്രീഡത്തിൽ നടക്കുന്ന ഒരു പടമാണ് ഓക്കെ കാലഘട്ടത്തിൻ്റെ. അപ്പാർട്ട് ഫ്രം ദ ഫിലിം ഞാനൊരു കാര്യം ചോദിക്കാം. അതായത് ഞാനിപ്പോൾ പശ്ചിമഘട്ടത്തിൽ ആ മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ്. പീരുമേടാണ് എൻ്റെ സ്ഥലം. ഇപ്പം നമ്മൾ വനമേഖലയിൽ താമസിക്കുമ്പോൾ വന്യജീവികളുടെ ആക്രമണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവനത്തിന് ത്രെട്ടായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മൃഗത്തെ കൊല്ലേണ്ടി വന്നാൽ, ഒരു പന്നിയെ വെടിവെക്കേണ്ടി വന്നാൽ നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥിതി അതിനെ വളരെ വലിയ രീതിയിലുള്ള ഒരു വിഷയമായിട്ട് കാണുന്നുണ്ട്. ആ ഒരു രീതി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും നമുക്കൊരു ജീവൻ ഭീഷണി ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ച് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും നമ്മളവിടെ അക്യൂസ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാവുകയാണ്. ആ ഒരു അതിന് 2-3 പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ഒന്ന്, ഈ പന്നി അല്ലെങ്കിൽ അങ്ങനെയുള്ള മൃഗങ്ങളെയും മനസ്സിൽ വൈരാഗ്യം വെച്ചിട്ട് പെരുമാറുന്നതല്ല. മനുഷ്യൻ മാത്രമാണ് മനസ്സിൽ വൈരാഗ്യം വെച്ചിട്ട് പെരുമാറുന്ന ഒരു ജീവിയുള്ളൂ. കാരണം അവൻ്റെ ബ്രെയിൻ അത്രയ്ക്ക് ഡെവലപ്ഡ് ആണ്. അതുകൊണ്ട് അപ്പോൾ ഈ പന്നി കുത്താൻ വന്നു, അത് നമുക്ക് ഒരു രക്ഷയില്ല. നമ്മൾ നോർമലി ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുക. അല്ലാതെ ഒരാൾ പന്നി കുത്താൻ വരുന്ന ഒരു ഇൻസിഡൻറ്റിൽ അപ്പം തന്നെ തോക്കെടുത്ത് വെടിവെക്കുക എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ദഹിക്കില്ലല്ലോ. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു പന്നീനെ കൊന്നു എന്ന് പറയുന്നതിനകത്ത് ചിലപ്പോൾ നിയമത്തിനൊരു പ്രശ്നം ഉണ്ടാവാം. അതല്ലാതെ ഇപ്പോൾ പന്നികൾ ഒരുപാട് ഉണ്ടാകുന്നിടത്ത് നിയമം തന്നെ തോക്കും ലൈസൻസും ഒക്കെ ഉള്ളവരെ കൊണ്ടുപോയിട്ട് വെടിവെക്കുന്നുണ്ട്. പാലക്കാട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ കുറേ പന്നി വെട്ടുണ്ടായിരുന്നു. ജനജീവിതത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന രീതിയിൽ പന്നികൾ പബ്ലിക്കായിട്ട് ഇറങ്ങുമ്പോൾ അതിനെ കൊല്ലാനായിട്ട് ഫോറസ്റ്റ് തന്നെ മുൻകൈ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നീ ചോദിച്ചതിപ്പോൾ ഒരു എന്താണ്, ഒരു ഒറ്റപ്പെട്ട ഇൻസിഡൻ്റ് ആണല്ലോ. പെട്ടെന്ന് വീട്ടിലിരിക്കുമ്പോൾ ഒരു പന്നി കുത്താൻ വരുന്നു. നമുക്ക് അങ്ങനെ ആ പന്നീനെ കൊല്ലാൻ പറ്റില്ലല്ലോടാ. പെട്ടെന്ന് പന്നി അങ്ങനെ ചാവില്ല. കറക്റ്റായിട്ടൊക്കെ വെടി വെച്ചാൽ അത് ചാവുള്ളൂ. 10-ലൊന്നും എടുത്ത് അടിക്കാൻ പറ്റില്ല. ആഷിഖ് കപൂർ സിനിമകൾ സമൂഹത്തിലുള്ള ഒരുപാട് സ്റ്റീരിയോ ടൈപ്പുകളെ പൊളിച്ചിട്ടുള്ള സിനിമകളാണ്. ഇതിനകത്ത് സ്ത്രീകളെ പോർട്രേ ചെയ്തിരിക്കുന്ന രീതി വളരെ മനോഹരമാണ്. ഇപ്പം പൊന്നമ്പ ബാബുവിനെ പോലെ ഒരു ആക്ട്രസ് പണ്ടത്തെ സിനിമകളിൽ ഈ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടി പരദൂഷണം പറയുന്ന, അല്ലെങ്കിൽ ഈ സ്ത്രീകളുടേതായിട്ടുള്ള കുറേ സ്വഭാവങ്ങൾ ഇന്ന് പഴയ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ മാത്രം കാണിച്ചിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ള ഒരാളാണ് പൊന്നമ്മ ബാബു എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ്. പുള്ളിക്കാരത്തി ഇതിൽ കൊണ്ടുവന്നിട്ട് വളരെ നല്ലൊരു വെടിക്കാരിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ വാണി വിശ്വനാഥ് ഇപ്പം കിങ്ങിൽ നീ വെറും പെണ്ണാണെന്ന് പറയുന്നിടത്ത് നിന്ന് ഇവിടെ ആണുങ്ങൾ ആരും ഇല്ലയെന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ചർച്ചകളായിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ സിനിമകൾ മാറുന്നു, നമ്മൾ കണ്ട് നിന്ന് സ്റ്റീരിയോ ടൈപ്പുകൾ മാറുന്നു. ആ ഒരു ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ശരിക്കും? അല്ല, എല്ലാത്തിലും എപ്പോഴും ഒരു വ്യത്യസ്തതയും പുതുമയും വേണമല്ലോ, എന്നെങ്കിലേ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാണിച്ച സംഭവം തന്നെ അങ്ങനെ കാണിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. കാലഘട്ടത്തിനനുസരിച്ച് മൊത്തം കാഴ്ചപ്പാട് മാറുന്നുണ്ട്. സ്ത്രീകളുടെ എന്നുള്ളതിൽ ഉപരി ഏത് സോഷ്യൽ ആസ്പെക്റ്റ് എടുത്തു കഴിഞ്ഞാലും മൊത്തത്തിൽ മാറ്റമാണ്. ഇപ്പം ജെൻസി എന്ന് പറയുന്ന ജനറേഷനായിട്ടാണ്
ഒരു 90s ശേഷമുള്ള അല്ലെ അതെ. 2000s ഉള്ള ആൾക്കാരെ വിളിക്കുന്നത്. അപ്പം ഇൻ്റർനാഷണൽ കമ്പനികൾ പറയുന്നത് ഞങ്ങൾക്ക് അവരെ റിക്രൂട്ട് ചെയ്യാൻ താല്പര്യമില്ലെന്നാണ്. അവരുടെ മൊറാലിറ്റി മാറി. അപ്പോൾ അത് ഇത് കാലഘട്ടം അനുസരിച്ച് എല്ലാം മാറും, എല്ലാ കാഴ്ചപ്പാടുകളും മാറും. വീട്ടിൽ പോയിട്ട് ഇപ്പം പണ്ട് കാലത്താണ് എടി ഒരു ചായ എടുത്തേ എന്നൊക്കെ പറയാം. പക്ഷെ ഈ കാലഘട്ടത്തിൽ അത് പറ്റില്ല. ഈ കാലഘട്ടത്തിൽ വിവാഹം കഴിയുമ്പം ഒക്കെ ചായ വേണമെങ്കിൽ തന്നെ എടുക്കുക എന്നുള്ളൊരു അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മനുഷ്യൻ മാറുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. ചായ വേണമെങ്കിൽ അത് അവൾ ചായ എടുത്ത് തരാൻ വേണ്ടിയുള്ള ഒരാളല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യലി എല്ലാ മേഖലയിലേക്കും സ്ത്രീകളെ നമ്മളിങ്ങനെ പതിയെ പതിയെ ഇപ്പം ഞാനങ്ങനെ പറയുമ്പോഴും അതൊരു മെയിൽ സൊസൈറ്റിയുടെ സാധനമായിട്ടാണ് വരുന്നത്. കാരണം റിസർവേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട്. സ്ത്രീകൾക്ക് ഇത്ര റിസർവേഷൻ എന്ന് പറയുമ്പം ഓക്കെ അവർ റിസർവേഷൻ കൊടുക്കേണ്ട ആൾക്കാരാണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. ആ റിസർവേഷൻ എന്ന് പറയുന്നത് മെയിൽ സൊസൈറ്റിയുടെ സാധനമാണ്, മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയുടെ സാധനമാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ ഒരു റെസൊല്യൂഷനിലേക്ക് വരാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമായിട്ട് എനിക്ക് തോന്നുന്നു. ഉടനെ വരുമെന്നല്ല, പക്ഷെ പതിയെ പതിയെ വരും. അപ്പം ആഷിഖ് അബു 80s പടം എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴും ഈ പറയുന്ന സ്ത്രീകൾക്ക് ഇപ്പോൾ അന്ന് ഇപ്പം ഷൂട്ട് ചെയ്യുമ്പോൾ കൊടുത്തേക്കുന്നത് ഈ കാലഘട്ടത്തിലുള്ളൊരു ജസ്റ്റിസാണ്, സോഷ്യൽ ജസ്റ്റിസാണ്. അപ്പോൾ പവർഫുൾ ആയിട്ട് വുമൺ ആർ ഈക്വലി പവർഫുൾ ആസ് മെൻ എന്നുള്ളൊരു സാധനമാണ്. പക്ഷേ അങ്ങനൊരു മാറ്റം സംഭവിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്, സമൂഹത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവിടെയും ഒരു മറുവാദമുണ്ട്. അതായത് സ്ത്രീകളെ ഇങ്ങനെ ഇത് കാണിക്കുന്ന സമയത്ത് എന്തോ പുരോഗമനം കുത്തിക്കയറ്റാൻ വേണ്ടി ഒരു സിനിമയിൽ കാണിക്കുന്നുള്ളൊരു വാദം വേറൊരു വിഭാഗം മുൻവയ്ക്കുന്നുണ്ട്. അപ്പം അതിനെ ടാക്കിൾ ചെയ്യാൻ നമുക്ക് എങ്ങനെയാണ് പറ്റുക? ഇല്ല, ഒരു സ്ത്രീ ഒരു തോക്കെടുത്ത് വെടിവെക്കുന്നത് പുരോഗമനം കുത്തിക്കയറ്റുന്നതല്ലോ. അവൾക്ക് അവളുടെ സ്കില്ല്, ഇപ്പം പുരുഷന് ഇത് ചെയ്യാമെങ്കിൽ സ്ത്രീക്ക് അത് ചെയ്യാം. അവളുടെ സ്കില്ലും ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് ഇപ്പം പുരോഗമനം കുത്തിക്കയറ്റാനായിട്ട് ആ കഥാപാത്രങ്ങളുടെ ആ ബേസിൽ നിന്ന് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരെന്ത് തരം കഥാപാത്രങ്ങളാണ്. അപ്പം ഉണ്ണിമായയുടെ കഥാപാത്രത്തെ കാണുന്ന ഒരു ബാറിൽ വെച്ചിട്ടാണ്, ഒറ്റ ചോദ്യം ഉള്ളായിരുന്നു. ആ കാലഘട്ടത്തിന്റെ ഒരു സാധനം അതിനകത്തുണ്ട്. അപ്പൊ അതിൽ നിന്നും പിന്നെ കല്യാണത്തിലേക്ക് വന്നു. ആ സ്ത്രീ ഈ ക്ലബിൽ വന്ന് ഇവരുമായിട്ട് ഇടപെട്ട് അവർക്കും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പായി വന്നു. മനസ്സിലായോ? കില്ലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഹണ്ടിങ് എന്നുള്ള ഒരു സാധനം ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വെടിവെക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള കറക്റ്റ് ഡെവലപ്മെന്റ് അവിടെ ഉണ്ട്. കഥാപാത്രങ്ങൾ വെറുതെ പെട്ടെന്ന് ഈ ഒരു നമുക്ക് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നില്ല ഇവരെങ്ങനെ ചെയ്യുമ്പോൾ, ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കാനായിട്ട് ചെയ്യുന്നതെന്ന് തോന്നില്ല. പിന്നെ ആ ആർഗ്യുമെന്റ് തന്നെ ഭയങ്കര ഇറലവൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതേ വാദത്തോട് ചേർത്ത് വെക്കാൻ പറ്റിയൊരു വാദമാണ് ഈ ഡബിൾ മീനിങ് ഡയലോഗുകൾ സിനിമയിലുണ്ട്. ഇപ്പം മെയിൻ സ്ട്രീമിൽ പലരും ചർച്ചയ്ക്ക് കൊണ്ടുവന്നൊരു കാര്യമാണ്. അനാവശ്യമായിട്ട് ഡബിൾ മീനിങ്ങുകൾ, സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഡയലോഗുകൾ റൈഫിൾ ക്ലബ്ബിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാദമുണ്ട്. അതുപോലെ തന്നെ ഈ സന്ദർഭത്തിനനുസരിച്ച കാര്യങ്ങളെ അതിലുള്ളൂ എന്നൊരു വലിയ വിഭാഗം ആൾക്കാർ അതിനെയും ബാധിക്കുന്നത്. അപ്പം സിനിമകളെ ഇത്തരത്തിൽ സ്ക്രൂട്ടിനി ചെയ്യുന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു? ഒരിക്കലും തോന്നുന്നില്ല. നമ്മൾ ഇങ്ങനെ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നവർ തന്നെ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ട് പിന്നീട് വന്നിരുന്നിട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അത് നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ, ഒരു കഥാപാത്രം എടുക്കുമ്പോൾ, ആ കഥാപാത്രം റിയൽ ലൈഫിൽ എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടോ അതൊക്കെ സിനിമയിൽ കാണിച്ചെങ്കിലേ അത് കൺവിൻസിങ് ആവുള്ളൂ. ഈ പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കേഷൻ പോലും ഭയങ്കര റോങ് ആയിട്ടാണ് എല്ലാം ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു സാധനം വന്നു, അയ്യോ അത് പറ്റില്ല, ഇത് പറ്റില്ല, മറ്റേത് പറ്റില്ല. ഇതിപ്പോൾ നമ്മളെങ്ങനെ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ട്. അതിനെതിരെയുള്ള പല ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടക്കുന്നുമുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ ഒരു മാറ്റം ഉണ്ടാകുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം മാഫിയകളെ പറ്റി സംസാരിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടല്ലോ സമൂഹത്തിൽ. ഇപ്പം പണ്ട് മുതലതുണ്ട്. ട്രിവാൻഡ്രം ലോബി, കൊച്ചി ലോബി. ഇപ്പം ഈ റൈഫിൾ ക്ലബ്ബ് ഇറങ്ങിയ സമയത്താണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞിട്ടൊരു വിശേഷണം വളരെ നല്ല രീതിയിൽ സെൻസേഷനാണ്. നമുക്ക് സന്ദീപ് വാര്യർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. അപ്പം അതിലൂന്നി കുറേ പേര് ആഷിഖ് അബുവിനെ വിമർശിക്കുന്നു, OPM സിനിമാസിനെ വിമർശിക്കുന്നു, അതുപോലെ ആ ഒരു ക്ലൗഡിലുള്ള ആക്ടേഴ്സിനെയും ടെക്നീഷ്യൻസിനെയും വിമർശിക്കുന്നു. അപ്പം ഒരാൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ സ്ഥലം, അല്ലെങ്കിൽ അയാൾ കൈകാര്യം ചെയ്യുന്ന വിഷയം, അല്ലെങ്കിൽ അയാൾ എടുക്കുന്ന സിനിമ കൺസീവ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ വെച്ചിട്ട് അങ്ങനെ ഒരു മാഫിയ എന്ന് വിളിക്കുന്ന ആളുകളുടെ ഒരു മനോഭാവത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, നമുക്ക് റൈഫിൾ ക്ലബ്ബ് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ ഒന്നാമത് മട്ടാഞ്ചേരി ആയിട്ട് എന്ത് ബന്ധമുള്ളതെന്ന് ഒരു പിടിയില്ല. കാരണം അത് ദിലീഷ് പോത്തൻ മട്ടാഞ്ചേരി അല്ല, ഞാനല്ല, വിഷ്ണു അല്ല, ഈ പറയുന്ന ആക്ടേഴ്സ് ഒന്നും മട്ടാഞ്ചേരി ബേസ്ഡ് അല്ല. പിന്നെ കൾച്ചർ പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു വയനാടൻ ഏരിയയാണ് പറയുന്നത്. ഷൂട്ട് ചെയ്തത് മുണ്ടക്കയത്താണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ മട്ടാഞ്ചേരി മാഫിയായിട്ട് കണക്ട് ആവുന്നത് എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലായില്ല ഒന്നാമത്. പിന്നെ എന്താണ് ഇവർ മട്ടാഞ്ചേരി മാഫിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ശരിക്കും.
എന്ത് അടിസ്ഥാനത്തിലും ആഷിക് കപൂർ മട്ടാഞ്ചേരിയിൽ നിന്ന് വന്നു എന്നുള്ള ഒരു സാധനം കൊണ്ടാണോ? മട്ടാഞ്ചേരി എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഇപ്പം പണ്ട് മുതലുണ്ടല്ലോ പ്രിയദർശൻ ആ ഒരു ക്ലൗഡിനെ ട്രിവാൻഡ്രം ലോബി എന്ന് വിശേഷിപ്പിക്കുകയും ഇപ്പുറത്ത് KG ജോർജ് അതുപോലുള്ള ആൾക്കാരെ കൊച്ചി ലോബി, ഇത് മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള ആ ഒരു ഡിഫറൻഷിയേഷൻ്റെ പുറത്ത് വന്നൊരു കാര്യമാണ്. അപ്പം അത്തരത്തിലൊക്കെ ഈ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു രീതി അത് നല്ലൊരു രീതിയാണെന്ന് ഒരിക്കലും ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പബ്ലിസിറ്റിക്ക് ഞാൻ പറഞ്ഞില്ല, അത് വയറ്റിപ്പഴപ്പിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അവർക്കത് ഏത് രീതിയിൽ വേണേലും അതിനെ പ്രസന്റ് ചെയ്യാം. ഇപ്പം മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞെന്ന് ഓർത്ത് ഇപ്പം ആഷിക് കപൂർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയില്ല, അല്ലെങ്കിൽ ഇവിടെ ഫിലിം മേക്കേഴ്സ് ആരെങ്കിലും എന്തെങ്കിലും അത് അവർ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ തിരുവനന്തപുരം ലോബി. അപ്പൊ ഇതിനൊക്കെ പിന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വരുമ്പോഴാണ് വിഷയം. രാഷ്ട്രീയമായിട്ടുള്ള ഒരു ലക്ഷ്യം, ഇപ്പം ആദ്യം ഒരു കമന്റ് പറഞ്ഞു, അപ്പോൾ ആളുകളൊക്കെ അത് ശരി എന്നുള്ള രീതിയിൽ നിൽക്കുമ്പം ആ കമന്റ് ഞാൻ പറഞ്ഞത് ഇന്നതുകൊണ്ടാന്ന് പറയുമ്പോൾ വീണ്ടും ആളുകൾക്ക് അതും ശരിയാണല്ലോ എന്നുള്ള തോന്നലുണ്ടാവും. ആ രാഷ്ട്രീയ ലക്ഷ്യമാണ് വിഷയം. അപ്പോൾ ഒരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവാം, ഞാൻ പറയുക ഇത് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അല്ലാത്ത പക്ഷം ഇപ്പം സിനിമയെ അങ്ങനെ കാറ്റഗറി പണ്ട് ചെന്നൈയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മദ്രാസിൽ പോകണമായിരുന്നു. അപ്പം അത് മാറി. ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ തോമസ് ഊട്ടി എന്ന് പറയുന്ന കഥാപാത്രം, സ്ക്രീൻ സ്പേസ് വളരെ കുറവാണെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ആ കഥാപാത്രം ഉണ്ടാക്കിയിട്ടുള്ളൊരു ബാധിപ്പുണ്ട് ശരിക്കും. അതിപ്പം ക്യാരക്ടറിൻ്റെ ഒരു ആർക്കാണെങ്കിലും ശരി, അത് എഴുതി വെച്ചിരിക്കുന്ന രീതിയാണെങ്കിലും ശരി, ഇപ്പം പ്രശാന്ത് മുരളി എന്ന് പറയുന്ന ഒരു ആക്ടർ അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും ശരി, വളരെ സിക്കായിട്ടുള്ള ഒരു അറ്റയറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനു മുമ്പ് വളരെ പ്രസരിപ്പുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ രണ്ട് കോൺട്രാസ്റ്റിലൊരു കഥാപാത്രത്തെ ചെയ്യാൻ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും? ഇല്ലടാ, പ്രിപ്പറേഷനൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ആവശ്യമായിട്ട് വന്നില്ല. ഒന്ന് അവർ തന്നെ മേക്കപ്പിലാണ് മെയിനായിട്ട് പിടിച്ചേക്കുന്നത്. മൊത്തം ട്രിം ചെയ്യുന്നു, പിന്നെ ഡൾ മേക്കപ്പ് ഇടുന്നു. അപ്പോൾ ആ ഒരു പ്രസരിപ്പുള്ള ചെറുപ്പക്കാരനിൽ നിന്ന് പെട്ടെന്ന് അസുഖമുള്ള ഒരാളിലേക്ക് പോകാനായിട്ട് അത്ര ഡിഫിക്കൽറ്റി ഉണ്ടായില്ല. മാനസികാവസ്ഥ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടക്കം തൊട്ട് സ്ക്രിപ്റ്റ് പറയുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു പോക്കും ഒക്കെ നമ്മൾ കുറേ ഇട്ട് ആലോചിക്കുമല്ലോ. നമ്മൾ ഒരു പരിപാടി കേട്ട് കഴിഞ്ഞാൽ മാനസികമായ തയ്യാറെടുപ്പുകളാണ് എപ്പോഴും കൂടുതൽ സമയം ഉണ്ടാകാറ്. ഫിസിക്കലി അവർ നമ്മുടെ രൂപം മാറ്റുന്നതനുസരിച്ച് നമുക്കത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്രിസ്റ്റോ ടോമി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ കറിയൻ സൈനഡ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും കണ്ട് ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തൊരു ഡോക്യുമെൻ്ററി ഇറക്കിയ ഒരാൾ ചെയ്തൊരു സിനിമ. അപ്പം ആ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇൻറ്റൻസ് ആണ് പുള്ളിയുടെ ഒരു പ്രത്യേകത, ഭയങ്കര ഇൻറ്റൻസ് ആണ്. അപ്പോൾ ആ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചുള്ള സീനുകളും ഡയലോഗുകളും ഒക്കെയാണ് എല്ലാ കഥാപാത്രങ്ങളും. എൻ്റെ കഥാപാത്രത്തിനാകെ ഒരു ഡയലോഗേ ഉള്ളൂ, വേണ്ട അമ്മച്ചി എന്ന് പറയുന്നത്. നമുക്ക് അവളുടെ വീട്ടിലേക്ക് പോകാമെന്ന്, ഷീബയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറയുന്ന ഒരു സാധനം മാത്രം. ആ ഒരൊറ്റ ഡയലോഗും പിന്നെ ഡ്രീം സീക്വൻസിൽ എന്താണ് എന്നെ അപ്പാന്ന് വിളിക്കാത്തത്. അപ്പോൾ ആ ഒരു ചെറിയ സാധനം വെച്ചിട്ട് തന്നെ ഇപ്പം ആ ഡ്രീം സീക്വൻസ് തന്നെ ഇടുന്നതിൻ്റെ ഒരു ചിലപ്പോൾ അയാളുടെ തലച്ചോറിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ ഇൻറ്റൻസിറ്റിയുടെ ഒരു സാധനം കുറച്ചുകൂടെ ഇതായിട്ട് വരും. ഇവളുടെ ഉള്ളിലുള്ള ഒരു കൺഫ്യൂഷൻ ആളുകൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കൺവേ ആവുന്നുള്ള ഒരു സാധനമാണ്. അപ്പോൾ ആ ഇൻറ്റൻസിറ്റി ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇയാൾ പറയുമ്പോൾ തൊട്ട് ആ ക്യാരക്ടർ പിടിക്കുന്നതും അതിനെക്കുറിച്ച് ആലോചിക്കുന്നതും ഒക്കെ. അപ്പോൾ ആ മരണം സംഭവങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല, അത് ആദ്യം പറഞ്ഞപ്പോൾ അങ്ങനെ ഭയങ്കര ഇതായിട്ട് ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇത്ര വലിയൊരു മൊമെൻ്റ് അവിടെ മരിക്കുന്ന സമയത്ത് ഉണ്ടാവുമെന്ന് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതാണ് അഭിനയിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടും. പ്രശാന്ത് മുരളി എന്ന് പറയുന്ന ആക്ടറുടെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സിനിമകൾ അങ്ങനെ വലിച്ചു വാരി ചെയ്യുന്ന ഒരാളല്ല. കിട്ടുന്നില്ല അല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ചെയ്യുന്ന സിനിമകളിലെ ക്യാരക്ടേഴ്സ് വളരെ ചെറുതാണെങ്കിൽ കൂടി അത് വളരെ നല്ല രീതിയിൽ നോട്ടീസ് ചെയ്യപ്പെടുന്ന ക്യാരക്ടേഴ്സ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ജാനമല്ല ചാക്കോ, നായക കഥാപാത്രം അല്ലെങ്കിൽ കൂടി ആ സിനിമയുടെ ഒരു കംപ്ലീറ്റ് ഡ്രൈവിങ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖല കൈകാര്യം ചെയ്തിട്ടുള്ളൊരു കഥാപാത്രമാണ് ചാക്കോ. അപ്പോൾ കൂട്ടുകാരനെ ഇങ്ങനെ എപ്പോഴും പിരികേറ്റി കൊടുത്തോണ്ടിരിക്കുക എന്നുള്ളൊരു, അപ്പോൾ ആ സിനിമയിലേക്ക് വരുന്നത് എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ? അത് അജിനോമോട്ടോ കണ്ട് എൻ്റെ ഷോർട്ട് ഫിലിം അജിനോമോട്ടോ അത് കണ്ടിട്ട് പ്രൊഡ്യൂസർ വിളിച്ചു, ലക്ഷ്മി ചേച്ചി വിളിച്ചിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, പ്രശാന്ത് അതിനകത്ത് റോൾ ചെയ്യണം. ഞാൻ പറഞ്ഞാൽ ഓക്കെ ഇപ്പം എന്താ. അത് കഴിഞ്ഞ് പിന്നെ ചിദംബരം വിളിച്ചു, ഇങ്ങനെയാണ് പരിപാടി, ഞാൻ സ്ക്രിപ്റ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് അയച്ചു തന്നു. സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ ഭയങ്കര സംഭവം. ഞാൻ വെറുതെ ജസ്റ്റ് ഒരു പാരഗ്രാഫ് വായിച്ചു തുടങ്ങിയതാണ്, പക്ഷെ ഫുള്ള് വായിച്ചു തീർന്നിട്ടാണ് നിർത്തിയത്. ഇത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിനകത്തേക്ക് വരുന്നത്. ഇപ്പം പുള്ളി പറഞ്ഞ് ഇതിനകത്ത് ചെയ്യില്ല, അജിനോമോട്ടോ ചെയ്തില്ല, അതുപോലത്തെ ഒരു അലമ്പൻ ക്യാരക്ടറാണ്. അതിലും അലമ്പാണ്, അതിൻ്റെ ഒരു ഡബിൾ ഇരട്ടിയൊക്കെ പിടിച്ചാണ് പറഞ്ഞു.
അപ്പോൾ ജാനമനിൽ നമ്മുടെ ബേസിൽ ജോസഫാണ് നായകനായിട്ട് അഭിനയിച്ചത്. അദ്ദേഹത്തിൻ്റെ പൊന്മാൻ സിനിമ കണ്ടിരുന്നോ? ഇല്ല, കണ്ടില്ല, സിനിമ കാണാൻ പറ്റില്ല. പുള്ളിയോട് കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആസ് ആൻ ആക്ടർ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആള്? അങ്ങനെ അത്ര ക്ലോസ് ആയില്ലടാ ഞങ്ങള്. അതായത് കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് ടൈമാണ് ഒന്നാമത് എൻ്റെ. ഇപ്പൊ പൊന്മാനിലെ സെൻസേഷൻ ആയിട്ട് 2 നായകന്മാർ അതിലുണ്ട്, സച്ചിൻ ഗോപു, ബേസിൽ ജോസഫ്. അപ്പം ഇവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇല്ല, അങ്ങനെ അധികം കോമ്പിനേഷൻ സീൻസ് ഉണ്ടായില്ല ബേസിലുമായിട്ട്. പിന്നെ സച്ചിന്റെ കൂടെ ഉണ്ടായിരുന്നു. സച്ചിൻ ആണല്ലോ അപ്പുറത്ത് നിൽക്കുന്ന ഗുണ്ട. ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചെറിയ റോളുകളാണെങ്കിലും വളരെയധികം നോട്ടീസ് ചെയ്യപ്പെടുന്ന കഥാപാത്രങ്ങളാണ് ചേട്ടൻ ചെയ്തിട്ടുള്ളത്. അപ്പം തിരക്കഥ സെലക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ ശരിക്കും? പർട്ടിക്കുലർ ആയിട്ട് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ ക്യാരക്ടേഴ്സ് ഇന്ന ലേയേഴ്സിൽ ഉണ്ടാവണം അല്ലെങ്കിൽ? അല്ല, ഇപ്പൊ റെലവൻസ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കും, എന്ത് കഥാപാത്രമാണ്. ഇപ്പം പണ്ടങ്ങനെയല്ല, പണ്ട് നമ്മൾ വന്നത് ചെയ്തു. അപ്പം അതിനകത്തൊരു ഈ പറയുന്ന പോലെ ഒരു എന്താണ് ദൈവികമായ ഇടപെടൽ പോലത്തെ ഒരു പരിപാടി ഉണ്ട്, ഭാഗ്യം എന്നൊക്കെ പറയുന്ന പോലെ. നമുക്ക് കറക്റ്റ് വരേണ്ടത് വന്നു എന്നാണ് എനിക്കിപ്പോഴും തോന്നാറുള്ളത്. ഇപ്പം പക്ഷേ വരുമ്പോൾ ഞാൻ നോക്കും എന്താണ്, എവിടെയാണ് ക്യാരക്ടറിന്റെ സ്ഥാനം എന്നൊക്കെ ഉള്ള രീതിയിൽ നോക്കാറുണ്ട്. അതുപോലെ ജാനമൻ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ സിനിമ വ്യവസായത്തിന് തന്നെ വലിയൊരു തകർച്ചയ്ക്ക് ശേഷം ഇറങ്ങുന്നൊരു സിനിമയാണ്. അതുപോലെ തന്നെ തുടക്ക സമയങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാഞ്ഞിട്ട് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ആളുകൾ, അത് പ്രൊമോഷൻസ് പോലും അങ്ങനെ വലിയ കാര്യമായിട്ട് ചെയ്യാഞ്ഞിട്ട് കൂടി മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ആളുകൾ തിരിച്ചു വിളിച്ച സിനിമയാണ് ജാനമൻ അല്ലേ? അപ്പം സിനിമകൾ ഇത്തരത്തിൽ ആൾക്കാർ കൺസീവ് ചെയ്യുന്നുണ്ട്. അപ്പം പൊതുവെ ഇപ്പോൾ ഉള്ളൊരു ഫിലിം മേക്കേഴ്സ് ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നൊരു തോന്നൽ പ്രശാന്ത് മുരളിക്കുണ്ടോ ശരിക്കും? അല്ല, സിനിമകൾ പല രീതിയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതായത് ഇപ്പം നമ്മളൊരു മെയിൻ സ്ട്രീം ഫിലിം മേക്കിംഗ് നോക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് ആളുകൾക്ക് എന്ത് വേണം എന്നുള്ളൊരു സാധനത്തിലാണ്. ആളുകൾക്ക് എന്ത് വേണം, ഓക്കെ, ആളുകൾക്ക് കോമഡി വേണം. അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു വലിയ പ്രൊഡക്ഷൻ എടുത്തിരുന്നപ്പോൾ അവർ സംസാരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഇവിടെ കോമഡിയാണ് വർക്കൗട്ട് ആവും, കോമഡിയാണ് കൊണ്ടുപോകാം, കോമഡിയാണ് നമുക്ക് നോക്കാം ചെയ്യാം എന്നുള്ള രീതിയിലാണ്. ആളുകൾ കോമഡി വർക്കൗട്ടായി, കോമഡി എന്ന് പറയുന്നൊരു സാധനം ഭയങ്കര സെല്ലിങ് പോയിന്റ് ആണെന്നുള്ള രീതിയിൽ പടം ചെയ്യുന്നുണ്ട്. അല്ലാതെ ഈ പറഞ്ഞ ആസ്പെക്റ്റ് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ഫിലിം മേക്കിങ്ങിലാണ്. മേക്ക് ചെയ്യുമ്പം ഇപ്പം ഡയറക്ടർ പറയണം ആ കുഴപ്പമില്ല അത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി അവിടെ അയാൾ അതിനെ കുറച്ച് കാണുക എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ള പടങ്ങൾ വരുമ്പോൾ ഓഡിയൻസിനും അത് ഫീൽ ചെയ്യും, ഓ അത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പോയി. അവിടെയാണ് നീ പറഞ്ഞ ചോദ്യത്തിൻ്റെ റെലവൻസ് വരുന്നത്. അപ്പം ഞാനിത് ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഞാൻ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സിനിമ ഇറക്കി കഴിഞ്ഞിട്ട് അതിനൊരു നെഗറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ അതിന് ചില സംവിധായകരെങ്കിലും വളരെ, അതായത് നിങ്ങൾ സിനിമ കൺസീവ് ചെയ്യുന്ന രീതിയാണ്, സിനിമകൾ കൺസീവ് ചെയ്യുന്ന രീതിയാണ് തെറ്റ് എന്ന് അവകാശം. നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഓഡിയൻസിനോട് പറയാൻ പറ്റില്ലല്ലോ. അതെ, ഭയങ്കര ബ്ലണ്ടർ അല്ലേ. ഒരിക്കലും നമ്മളൊരു സിനിമ ചെയ്തിട്ട് ഇതെന്താണ് നിങ്ങൾ ആ സിനിമ ഇഷ്ടപ്പെടാത്തത്, ഞാൻ ഭയങ്കര ഇതായിട്ട് ചെയ്ത സിനിമയാണ്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടാത്തത് എന്ന് ചോദിക്കാൻ പറ്റില്ല. അത് ചോദിക്കാൻ പറ്റില്ല. അതായത് നമുക്ക് എല്ലാ സിനിമയും നല്ലപോലെ ഷൂട്ട് ചെയ്യാം, പക്ഷേ ആ സിനിമ പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു 100% നീതി പുലർത്തി ഈ പറയുന്ന പോലെ സ്ക്രിപ്റ്റും ആക്ടിങ്ങും ക്യാമറയെല്ലാം വന്നു കഴിഞ്ഞാൽ അത് നല്ല സിനിമയായിട്ട് മാറും. പക്ഷെ ഇതും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഇപ്പം നല്ലൊരു ഡയറക്ടർ ആകാൻ പറ്റില്ല, അല്ലെങ്കിൽ നല്ലൊരു ക്യാമറമാൻ ആകാൻ പറ്റില്ല, അല്ലെങ്കിൽ നല്ല ആക്ടേഴ്സിനെ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ സിനിമയുടെ ക്വാളിറ്റീനെ ബാധിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ട് സിനിമ ഇറക്കിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ഒരു ചോദ്യം റെലവൻ്റേ അല്ല. സിനിമ ഇഷ്ടപ്പെട്ടോ, ഓക്കെ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ല അതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് നമ്മൾ അന്നേരം ആലോചിക്കേണ്ടതാണ് സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ ഈ അഭിപ്രായങ്ങളൊക്കെ ഏത് രീതിയിലാണ്? ഇപ്പം വലിയ ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ വളരെ വലിയൊരു സ്റ്റാർ ഒരു റിവ്യൂവറെ വിളിച്ച് ബഹളമൊക്കെ ഉണ്ടായൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഫിലിം മേക്കേഴ്സിൻ്റെ അത്തരത്തിലുള്ളൊരു അപ്രോച്ച് അത് ഏത് രീതിയിലാണ് സിനിമയെ ബാധിക്കുക? റിവ്യൂ ഇടുന്നത് മോശമാകുന്നു. ഇപ്പം അയാൾക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നത് പേഴ്സണലായിട്ട് സംസാരിക്കാം എന്നല്ലാതെ ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ റിവ്യൂവേഴ്സിൻ്റെ ഒരു പ്രസൻറ്റേഷൻ്റെ പ്രശ്നമാണ് എല്ലായിടത്തും കിടക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ലീഡിങ് റിവ്യൂവേഴ്സിനൊക്കെ എത്രയോ ഭീഷണിയും മതഭീഷണിയൊക്കെ വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് എനിക്കതിനെ അങ്ങനെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയിട്ട് അതിനെ ഓഡിയൻ അല്ലെങ്കിൽ ആൾക്കാരത് കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് അത് എത്രമാത്രം വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പടം ഇറങ്ങി, പ്രത്യേകിച്ച് ഒരുപാട് സിനിമകൾ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ.
അപ്പം അത് കൈകാര്യം ചെയ്യുന്നതിലൊരു വിഷയമുണ്ടെന്ന് തോന്നിയിട്ടില്ല. അത് നമ്മൾ നല്ല രീതിയിലും കൈകാര്യം ചെയ്യാം, മോശപ്പെട്ട രീതിയിലും കൈകാര്യം ചെയ്യാം. ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാം അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ സജീവമാകുന്നതിന് മുമ്പ് തന്നെ സൈബർ ബുള്ളിങ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് പൃഥ്വിരാജ്. അദ്ദേഹം അതിനെ ഹാൻഡിൽ ചെയ്തത് വളരെ ജെന്റിലായിട്ടുള്ള രീതിയിലാണ്. അപ്പം അത്തരത്തിലും ഇതിനെ നമുക്ക് കൈകാര്യം ചെയ്യാം. അത് വിട്ടിട്ട് ആളുകൾ നേരിട്ട് അങ്ങനെ ഇറങ്ങുക എന്ന് പറയുന്നത് അതിനോട് എന്താണ് ഒരു അപ്രോച്ച് ശരിക്കും? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അയ്യോ, അങ്ങനെ പാടുണ്ടോ ഇല്ലെന്ന് പറയാൻ നമ്മളാരാ? നമുക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അവർക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ കോൺസിക്വൻസസ് അനുഭവിക്കും. ഇപ്പൊ ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അയാളെ കേസ് കൊടുത്താൽ അതിന് വേറെ കോൺസിക്വൻസ് ആയി. അപ്പൊ അത് ലോ ഉണ്ട് അതിനകത്ത്. ഇപ്പൊ നമ്മുടെ ഒരു എത്ര വ്യക്തിപരമായ ഒരു സാധനത്തിന് അപ്പുറത്തേക്ക് നിയമമുണ്ട്. ഹൈലി പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ ഫീലിങ്സ് വരെ ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് ആയി കഴിഞ്ഞാൽ അത് മറ്റൊരാളെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിയമം വരും. അപ്പം നിയമത്തിൻ്റെ ഒരു പറയുന്ന പോലെ അത്യാവശ്യം ശക്തമായിട്ടുള്ള ഒരു നിയമ സംവിധാനമുള്ള ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് പിന്നെ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ജഡ്ജ്മെന്റ് പറയേണ്ട കാര്യമില്ല. ഇപ്പം ഈ സിനിമയിൽ പൊതുവെ ജെൻഡർ പൊളിറ്റിക്സ് വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പം പല ടെർമിനോളജികളും ദുർവ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇപ്പം ഫെമിനിസം, മിസാൻഡ്രി എന്ന് പറയുന്ന വാക്കുകളൊക്കെ ദുർവ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇപ്പം ഫെമിനിസം എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനോട് തന്നെ പല ആളുകൾക്കും അത് എന്താണെന്ന് മനസ്സിലാവാത്തൊരു അവസ്ഥയുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സിനിമ എന്ന ആസ്പെക്റ്റിൽ വരുമ്പോഴത്തേക്കും അത് നമ്മളൊരു ക്രിയേറ്ററിനെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്ന് തോന്നുന്നുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഞാൻ ഒരു ക്രിയേറ്റർ ആയിട്ടില്ല. മറ്റാളുകൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു എന്താണ് പറയുന്ന ഒരു പ്രൊജക്ഷൻ മാത്രമാണ് ഒരു ആക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതല്ലാതെ സ്വന്തമായിട്ടൊരു വർക്ക് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനകത്തൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാലാണ് അത് എന്തുമാത്രം എന്നെ ബാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ഈ പറയുന്ന പോലെ ഈ ഫെമിനിസം അത്യാവശ്യം നല്ല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. പിന്നെ അതിനെക്കുറിച്ചൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കാനും പാടാണ്. ഇപ്പോൾ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ ആ വാക്കാണ് പ്രശ്നം. ഈക്വാലിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് ഈ ഒരു വുമൺ മെൻ തലത്തിലിടാൻ പറ്റില്ല. അവരൊരിക്കലും ഈക്വൽ അല്ല. അവർ ഫിസിക്കലി ഈക്വൽ അല്ല, മെൻ്റലി ഈക്വൽ അല്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ ഈക്വൽ ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഫെമിനിസം ഉണ്ടായ കാലം തൊട്ടേ അതിനകത്ത് അവരുടെ ചർച്ച അതാണ്, എങ്ങനെ ഇതിനകത്തേക്ക് ഒരു പ്രാക്ടിക്കൽ സൈഡ് കൊണ്ടുവരാൻ പറ്റും. അതെനിക്ക് തോന്നുന്നു കുറേ കൂടെ സ്ട്രഗിൾ കഴിയുമ്പോഴത്തേക്കും പതിയെ രണ്ട് ഈ പറയുന്ന ഫെമിനിസവും മാനിസവും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു പരിപാടിയായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വരുമായിരിക്കും. നമുക്ക് സിനിമ പൊളിറ്റിക്സ് എന്നുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് മാറ്റി വെക്കാം. ഈ സിനിമയിലേക്ക് വരണം അല്ലെങ്കിൽ സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങിയത് എപ്പോൾ മുതലാണ്? ഇപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. തെറ്റി. കാരണം അത് സിനിമ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ മലയാളികൾക്ക് ഇപ്പോൾ എൻ്റെ ഒരു എന്ന് വെച്ചാൽ എൻ്റെ ഒരു റീജിയനിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കരിയറിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. അങ്ങനെ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞ് കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ഒരു +2 ഒക്കെ കഴിയുന്ന സമയത്ത് കരിയർ ഗൈഡൻസിന് ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കും എന്താണ് കരിയർ ഗൈഡൻസ്. നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങളിലേക്ക് പോകാന്നുള്ളതാണല്ലോ. എഞ്ചിനീയറിങ്, ഡോക്ടറേറ്റ്, ഡിഗ്രി അങ്ങനെയുള്ള പരിപാടികളിലേക്ക് പോകാന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞ് ആണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. B.Ed ഒക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് സിനിമയിൽ എന്ന് വെച്ചാൽ സിനിമയുടെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു നടനാകാനുള്ള ഒരു സാധനമൊന്നും നിനക്കില്ല എന്ന് പലരും നമ്മുടെ കൂടെയുള്ള ആളുകൾ അങ്ങനെ പറയുമല്ലോ. ചിലപ്പോൾ അത് വർക്കൗട്ട് ആവില്ല, നടനാകാനുള്ളൊരു സംഭവം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓക്കെ അയ്യോ അങ്ങനെയല്ലേ എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുക. അങ്ങനെ അത് പോയി പിന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു. അപ്പോൾ അവിടെ അങ്ങ് ജോയിൻ ചെയ്ത് അങ്ങനെ ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് അങ്ങ് പോയതാണ്. അല്ലാതെ ഒരു പ്രത്യേക നിമിഷത്തിലൊക്കെ സിനിമയിലേക്ക് വരാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അതുപോലെ ഈ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ, ഇപ്പോൾ ചേട്ടൻ നാട്ടുമ്പുറത്ത് പാലാ പോലുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു മേഖലയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ഒരു തൊഴിലാണ്, അല്ലെങ്കിൽ അതൊരു എന്തുവാ ഒരു പ്രൊഫഷനാണെന്ന് പോലും കൺസിഡർ ചെയ്യാത്ത പല ആളുകൾ ഇപ്പോഴും ഉണ്ട്, ഇല്ലേ? ഇപ്പം ആ വീട്ടിൽ നിന്നൊരു കുട്ടി എനിക്ക് സിനിമാ താരമാകണം അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പം അതിനെ പലരും റെസ്ട്രിക്റ്റ് ചെയ്യുള്ളൂ. സമൂഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് ശരിക്കും കാഴ്ചപ്പാടിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ സിനിമയിൽ വന്നപ്പോൾ റീസെൻ്റ്ലി നമുക്കൊരു ചായക്കട ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ B.Ed ഒക്കെ പഠിച്ചല്ലേ,
കുറെ കാലം സാറായിട്ട് വർക്ക് ചെയ്തതല്ലേ, നിനക്ക് മറ്റേ നെറ്റൊക്കെ എഴുതിയെടുത്തിട്ട് എവിടെയെങ്കിലും സാറായിട്ട് കയറിക്കൂടെ, നിനക്ക് എന്താണ് കിട്ടുന്നത് സിനിമ എന്നൊക്കെ ചോദിക്കും. അതല്ല, സിനിമ കുഴപ്പമില്ല, ഇപ്പോൾ തട്ടിമുട്ടിക്ക് പോകുന്നുണ്ട്. അല്ല എന്നാലും നിനക്ക് എന്ത് കിട്ടും സിനിമയിൽ? ഞാൻ ഇപ്പോൾ റെമ്യൂണറേഷൻ പറഞ്ഞപ്പോൾ പുള്ളി അതെ അത്രയും കിട്ടുമോ? അത്രയൊക്കെ കിട്ടും. ആണോ? അപ്പോൾ അവർക്ക് ഒന്നാമത് ഇവര് സിനിമയിൽ പോയി എന്ന് പറയുന്ന ആൾക്കാരെ കാണുമ്പം അവരെല്ലാം തന്നെ വീട്ടിലുള്ള സ്ഥലവും വിറ്റ് മൊത്തം കടവും കഷ്ടപ്പാടുമായിട്ട് അങ്ങനെ പോകുന്ന ഒരു, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, അങ്ങനത്തെ ഒരു പിക്ചർ മാത്രമേ അവരുടെ മൈൻഡിലുള്ളൂ. ഇപ്പോൾ ഒന്നുമില്ലായ്മയെന്ന് വന്നിട്ട് സിനിമയിൽ എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതനുസരിച്ചൊരു സംഭവം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ ടു ബിലീവ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ 90% ലോസ്റ്റാണ്. ലൈഫും പോയി, കരിയറും പോയി, കുടുംബം പോയി, അങ്ങനത്തെ ആളുകളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നമ്മൾ അങ്ങനെ ആയിരിക്കും ഓറിയൻറ്റ് ചെയ്യുക. സിനിമയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല, വേറൊരു പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ അക്കാഡമിക് മേഖലകളിലും ഇത് ഒരു റെസ്ട്രിക്ഷൻ എന്നതിലുപരി ഒരു ടോക്സിസിറ്റി ആയിട്ട് മാറുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും സിനിമകളോട് ഇഷ്ടമുള്ള കുട്ടികളെ എന്തോ ഭയങ്കര വലിയ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന, ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും കണ്ടും കേട്ട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അതെന്തുമാത്രമാണ് ഒരാളുടെ കോൺഫിഡൻസിനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് എന്താ? അല്ല, അത് പണ്ടല്ലായിരുന്നു. ഇപ്പൊ ഭയങ്കര ഇതായിട്ട് കുറവുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ. അപ്പൊ പണ്ട് കാലത്ത് നാടകങ്ങൾ വന്നു, നാടകങ്ങളിൽ നിന്ന് സിനിമകൾ ഉണ്ടായി. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ ഒരു സോഷ്യൽ റിഫോർമേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടർ സിനിമകൾക്കോ അല്ലെങ്കിൽ കലാരൂപങ്ങൾക്കോ ഉണ്ടായിരുന്നു. ട്രഡീഷണൽ ആർട്ട് ഫോം അല്ലാത്ത പിന്നീട് അങ്ങോട്ട് ഡെവലപ്പായി വന്നിട്ടുള്ള ആർട്ട് ഫോമിലെല്ലാം മനുഷ്യന്റെ അവസ്ഥകൾ ഭയങ്കരമായിട്ട് വിളിച്ചു പറയാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് സാമൂഹിക പരിവർത്തനം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു ആർട്ട് എന്ന് പറയുന്നത്, കല അല്ല സിനിമ എന്ന് പറയുന്ന സാധനം. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് വന്നത് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് ഭയങ്കരമായിട്ട് വന്നു. പിന്നീട് വീണ്ടും ഇപ്പം ഈ കൊറോണ പോലുള്ള ഭയങ്കര സാർവലൗകികമായ പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നീട് സിനിമകൾ വരുമ്പം അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. അപ്പോൾ ആ സോഷ്യൽ ഇമ്പാക്റ്റ് സിനിമയ്ക്ക് ഇത്ര ഉണ്ടായി കഴിയുമ്പം ഈ പറയുന്ന പോലെ ആ ഇമ്പാക്റ്റിനെ അങ്ങനെ അധികം എൻ്റർടൈൻ ചെയ്യാത്ത ആളുകൾ കുറച്ച് പാനിക്കാവും. അപ്പോൾ ആ പാനിസിറ്റി പറയുന്ന പോലെ സിനിമയെ മൊത്തത്തിൽ മോശമാക്കി കാണിക്കാനായിട്ടുള്ള സംസാരങ്ങളിലേക്ക് വരും. ഈ സംസാരങ്ങളായിരിക്കും ഈ പറയുന്ന ഒരു ട്രഡീഷണൽ മൈൻഡ് സെറ്റുള്ള ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ആളുകളാണ് ഈ സിനിമയെ മൊത്തത്തിൽ ഒപ്പോസ് ചെയ്യുന്നതും. ആ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും അവർ. പക്ഷേ മലയാള സിനിമകൾ ഇപ്പം വേൾഡ് വൈഡിൽ നല്ല രീതിയിൽ അക്സെപ്റ്റൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ അനുരാഗ് കശ്യപ് ഈ അടുത്ത് പറഞ്ഞു, മലയാള സിനിമകളെ കണ്ട് ഞാൻ വളരെ അത്ഭുതത്തോടെയാണ് മലയാള സിനിമകൾ കണ്ടു നിൽക്കുന്നത്. എൻ്റെ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ പോലും ഇത്തരം സിനിമകൾ ചെയ്യാൻ തയ്യാറാവുന്നില്ല. 2024 എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ ഒരു സുവർണ്ണകാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും. അതിൻ്റെ ഒരു തുടർച്ചയാണ് 2025. ഇപ്പം മാർക്കോ, റൈഫിൾ ക്ലബ്ബ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജനുവരിയിലും നല്ല നല്ല കുറേ സിനിമകൾ ഇറങ്ങും. ഈ ഒരു മാറ്റം എങ്ങനെയാണ് ഒരു പോസിറ്റീവ് രീതിയിൽ മലയാള സിനിമയെ കൊണ്ടെത്തിക്കും എന്ന് വിശ്വസിക്കുന്നു? പിന്നെ ഉറപ്പായിട്ടും ഇത് പോസിറ്റീവ്. നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സിനിമ മാത്രമല്ല, നമ്മുടെ ഫുൾ എക്കോണമി സിനിമയായിട്ട് കണക്റ്റഡ് ആണ്. പ്രത്യേകിച്ച് കേരളം പോലെ ചെറിയൊരു സ്ഥലം, ഇവിടെ ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ അത് സിനിമ നന്നാവുന്നതോടെ മൊത്തത്തിൽ എക്കോണമി നന്നാവുന്നുണ്ട്. ഒരുപാട് സിനിമകൾ വരും, ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി വീണ്ടും വളരും. വീണ്ടും ഈ പറയുന്ന പോലെ എന്താണ് അന്താരാഷ്ട്ര ലെവലിലുള്ള സ്വപ്നങ്ങൾക്കൊക്കെ ഈ പറയുന്ന പോലെ അതൊരു സപ്പോർട്ടാവും. അപ്പോൾ കൂടുതൽ നല്ല പടങ്ങൾ വരും. അപ്പോൾ സിനിമ എപ്പോഴും നന്നാവുന്നതും ഇൻ്റർനാഷണൽ ലെവലിൽ പോകുന്നതും നല്ലതാണ്. അതുപോലെ എന്താണ് ഫ്യൂച്ചർ പ്രൊജക്ട്സ് ആയിട്ട് ഇനി ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് വരാനുള്ള സിനിമകൾ ഏതൊക്കെയാണ്? ലവ്ലി എന്ന് പറഞ്ഞ സിനിമ വരാനുണ്ട്. ആഷികേട്ടൻ തന്നെയാണ് ക്യാമറ ചെയ്തത്. ദിലീഷ് കരുണാകരനാണ് ഡയറക്റ്റ് ചെയ്തത്. വൺ ഓഫ് ദ റൈറ്റേഴ്സ് റൈഫിൾ ക്ലബിൻ്റെ. അപ്പോൾ അതാണ് ഒരു ഞാൻ ഇങ്ങനെ ഭയങ്കര ഇതോടുകൂടി നോക്കിയിരിക്കുന്ന ഒരു പ്രോജക്റ്റ്. പിന്നെ ഒരു പാരലൽ പടം ചെയ്തിട്ടുണ്ട്, ഇറച്ചി എന്ന് പറഞ്ഞിട്ട്. റിലീസ് അതിൻ്റെ ഒന്നും ആയിട്ടില്ല, ഷൂട്ട് കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ ഏട്ടാ, അപ്പം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് ഒരുപാട് നന്ദി. ഒരുപാട് ഗംഭീരമായ കഥാപാത്രങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. ജോഷിയച്ചനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. പ്രശാന്ത് മുരളി എന്ന് പറയുന്നൊരു പേര് മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പേരായി മാറട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.